ഹലോ ഗൈസ്, വെൽക്കം ടു ഹോളിസ്റ്റിക് റേസ്. അപ്പോൾ അറിയാലോ അല്ലേ, ഹോളിസ്റ്റിക് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI റെവല്യൂഷൻ മാർക്കറ്റിംഗ് ചാനലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI, റൈറ്റ്? അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റുകളൊക്കെ വന്നു. താങ്ക് യു ഫോർ ദാറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ. റിക്വസ്റ്റിൽ കൂടുതലായിട്ടുണ്ടായത് ജസ്റ്റ് ഒരു ലേഔട്ട് അല്ലേ, അതുപോലെ തന്നെ ഇത് ഈ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമോ, AI നല്ലതാണോ, അപ്പോൾ AIൻ്റെ വെബ്സൈറ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് AI ആണ് എല്ലാം. ഓക്കെ, അപ്പോൾ AI കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ കൂടുതൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി, അതായത് കൂടുതൽ ആംഗിൾ ഒന്ന് മാറ്റുന്നുണ്ട്. കാണാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ അപ്പോൾ AI റെവല്യൂഷൻസ് ആണ് ഇനി മുതലുള്ളത്. അപ്പോൾ കൂടുതൽ പേർക്ക് AI എന്ന് പറയുമ്പോൾ ഒരു എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാവും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്തവരും ഉണ്ടാവും. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ സെക്യൂരിറ്റി ഇഷ്യൂസ്, അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കോപ്പിറൈറ്റ് ഇഷ്യൂസ് മെയിൻലി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു AI ജനറേറ്റഡ് വെബ്സൈറ്റ് എങ്ങനെയാണ് അതിൻ്റെ മാക്സിമം ജെന്യൂനാലിറ്റി യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഈ സൈറ്റ് നിങ്ങൾക്ക് വേറൊരാൾക്ക് സിമ്പിളായിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഏത് സിസ്റ്റത്തിലും ഏത് പ്ലാറ്റ്ഫോമിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോഡ് എഴുതണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ടൂൾ യൂസ് ചെയ്യാൻ വേറെ ടൂളൊക്കെ ഉണ്ട്, പിന്നെ ഇൻ്റഗ്രേറ്റഡ് ടൂളൊക്കെ ഉണ്ട്, തേർഡ് പാർട്ടി ടൂൾസ്. ഇതിന് നമുക്ക് പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള ടൂൾസാണ് സൂപ്പർവൈസ് എന്ന് പറഞ്ഞുള്ളത്, SUPBASE. ഓക്കെ, അതാണ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ടൈറ്റിൽ ബാറിൽ നമുക്കിവിടെ ഒരു ഗ്രീൻ ഐക്കൺ കാണാം. ഓക്കെ, മാനേജ് സൂപ്പർവൈസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് എൻഡ് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രോ തരാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ബുക്ക് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓക്കെ ഈ പേജിലോട്ട് വന്നു. ഓക്കെ, ബുക്ക് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ, അതായത് ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ഒരു ഫോം ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ ഫോം നമുക്ക് എന്ത് ചെയ്യും, ഈ ഫോമിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മെയിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോട്ടോ വരണം. എന്നാലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഏതൊക്കെ ആൾക്കാരാണ് കാണുന്നത്, വിസിറ്റേഴ്സ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോമത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മെയിലിലോട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോട്ടോ വരാം. അപ്പം മെയിലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടാസ്ക് എന്നല്ല, കുറച്ച് വാട്സപ്പിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് കുറച്ച് 2-3 തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കൊരു മെയിൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ 2 ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. കുറേ ടൈപ്പ് ഉണ്ട്, അതിൽ മെയിൽ 2 ടൈപ്പ്. അതിൽ ഒന്നാണ് SMTP എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്യൂർഡ് മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നൊക്കെയാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ സെക്യൂർ ആയിട്ടൊരു മെയിൽ അയക്കുക, അത്രയേ ഉള്ളൂ. നമ്മളെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മെയിലായിട്ട് വരിക. അതല്ലാതെ പിന്നെ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയ റീസെൻസ് മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് മെയിൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ടാബ്ലറ്റ്സിൻ്റെ ഷോർട്ട് കീ ആണ് Windows+A. ഓക്കെ, പിന്നെ ജസ്റ്റ് Windows+A ക്ലിക്ക് ചെയ്തു. നമുക്ക് ആ എക്സാക്ട് പോർഷൻസ്, ഓക്കെ, ഇതിൽ ചെറിയ എറർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം.
കാരണം നമുക്ക് ആ ബട്ടൺ വിസിബിൾ ആവണം. നമ്മുടെ ബട്ടൺ വിസിബിൾ ആവണം. സബ്മിറ്റ് ബുക്കിംഗ് റിക്വസ്റ്റ് എന്നുള്ള ഈ ബട്ടനാണ് നമുക്ക് വിസിബിൾ ആവേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്ക്രീൻഷോട്ട് വിൻഡോസ് കീ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ടുള്ള ഷോർട്ട് കീ ഒക്കെ ഇതിൽ പോപ്പപ്പ് ചെയ്ത് വരും. അത് സയാമിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ടാബ്ലറ്റ്സ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഈ ടാബ്ലറ്റ്സിൽ എങ്ങനെയാണ്, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കണം, ഹോം സ്ക്രീനിലോട്ട് പോകണമെങ്കിൽ Windows+D, നോട്ടിഫിക്കേഷനിലാണെങ്കിൽ Windows+N, സ്ക്രീൻഷോട്ട് ആണെങ്കിൽ Windows+Shift+A, അത് പാർഷ്യൽ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇപ്പോൾ ഫുൾ സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ Windows+A. അപ്പോൾ നമ്മൾ Windows+A നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ let's do that and we got the screenshot. Okay, then we need to crop the exact section. Okay, we don't need the upper side and title bar and all. We can crop like this. Okay, just enter ചെയ്ത് കൊടുക്കാം. എൻ്റർ അല്ലെങ്കിൽ താഴത്തുള്ള ഒരു പിന്നെ ടിക്ക് ബട്ടൺ ഉണ്ട്. ടിക്ക് ബട്ടൺ നോക്കിയാൽ ആ എക്സാക്റ്റ് പോർഷൻ നമുക്ക് എഡിറ്റബിൾ ആയിട്ട് കിട്ടും. ഇനി നമ്മളെ പ്രോംപ്റ്റിംഗ് സെക്ഷനിലോട്ട് പോവാണ്. ഓക്കെ, പ്രോംപ്റ്റിംഗ് സെക്ഷനിലോട്ട് പോയി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഹിസ്റ്ററി എന്നുള്ള ബട്ടൺ നമ്മൾ ഹൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രോംപ്റ്റ് വരും. ഇതിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് സബ്ഫേസ് കണക്ട് ചെയ്യണം. സബ്ഫേസ് കണക്ട് ചെയ്യാൻ സൂപ്പർബേസ് കണക്ട് ചെയ്യണം. സൂപ്പർബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതവിടെ ഈ ഗ്രീൻ ഐക്കൺ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർബേസിൻ്റെ ഓപ്ഷൻസ് വരും. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് വെക്കാൻ മനസ്സിലാവും. ഇൻ്റഗ്രേറ്റഡ് യൂസർ ഓതൻറ്റിക്കേഷൻ, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ബാക്ക് എൻഡ് ക്യാപ്പബിലിറ്റീസ്. ഓക്കെ, ഓതൻറ്റിക്കേഷൻ ആക്ടിവേഷൻ ചെയ്യാം. അതേമാതിരി നമുക്ക് ഡാറ്റ ബേസ് ക്രിയേറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ ഈ ഫോംസിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഈ എക്സാക്റ്റ് നെയിം വെച്ചുള്ള ഒരു ടേബിൾ ബാക്ക് എൻഡിൽ വേണം. നമ്മളിപ്പോൾ SQL, അതായത് ഒറാക്കിൾ ഡാറ്റാബേസ് എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ AI ഈ ഒരു ടൂളിന് ഉപയോഗിക്കുന്ന കാര്യമാണ് പിന്നെ സൂപ്പർബേസ് എന്ന് പറഞ്ഞാൽ. സൂപ്പർബേസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മെയിൽ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് സൂപ്പർബേസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഐക്കൺ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സെക്ഷനിലോട്ട് പോകും. ഓക്കെ, ഇവിടെ പ്രൊജക്റ്റ് നോട്ട് കണക്റ്റഡ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ കണക്ട് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വോയേജ് വിസ്റ്റ എന്നുള്ള ഓൾറെഡി ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റിലോട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പ്രൊജക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ ഈ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഏതാണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ആയിരിക്കും നിങ്ങളെ ഓർഗനൈസേഷൻ. അതൊരു ഫ്രീ വെർഷനാണ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കി പറയാൻ മനസ്സിലാവും. ദ ഓർഗനൈസേഷൻ ഹാസ് ബീൻ member who have exceeded their free project limits. The following member have reached their maximum limits for the number of active planned projects with the organization. ലിമിറ്റ്, അതായത് 2 പ്രൊജക്റ്റ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ പ്രൊജക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പ്രീമിയം അവിടെ അപ്ഗ്രേഡ് പ്ലാൻ ഉണ്ട്. അപ്ഗ്രേഡ് പ്ലാനിലോട്ട് പോവാം. അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അപ്ഗ്രേഡ് പ്ലാനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന പ്രൈസ് ഇവിടെ കൊടുക്കും. അതായത് ഫ്രീ വെർഷനിൽ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ അൺലിമിറ്റഡ് API റിക്വസ്റ്റ് ആണ്. 50,000 മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടാവും. 500 MB ഡാറ്റാബേസ് സൈസ് കിട്ടും. 5 GB ബാൻഡ് വിഡ്ത്ത് കിട്ടും. 5 GB ഫയൽ സ്റ്റോറേജ് കിട്ടും. കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ പ്രോ വെർഷനിൽ 2 വെർഷനുണ്ട്. ഒന്ന് പ്രോ ആയിട്ടുള്ളവർക്കുണ്ട്, പിന്നെ ടീമായിട്ട് ഒരു ഓഫീസൊക്കെ വർക്ക് ചെയ്ത് നിൽക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീം വർക്കിലോട്ട് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ക്ലയൻറ്റിന് വേണമെന്നുള്ള പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രീ വെർഷൻ തന്നെ ധാരാളമാണ്. ലൈക്ക് വി നീഡ് ടു യൂട്ടിലൈസ് ദ പ്രോംപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. വോയേജ് വിസ്റ്റ എന്നുള്ള പ്രൊജക്റ്റ് നമ്മളിവിടെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് കണക്റ്റഡ് ആയി. ചൂസ് ദ സെപ്പറേറ്റ് പ്രൊജക്റ്റ് സിങ്ക് വിത്ത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് പോപ്പപ്പ് ചെയ്തുകൊണ്ട് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഇൻ ദ ചാറ്റ് ടു കംപ്ലീറ്റ് ദ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇനി ചാറ്റിലോട്ട് പോകാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ആ പ്രൊജക്റ്റ് കണക്ട് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വന്ന് യുവർ ആപ്പ് ഈസ് നോ കണക്റ്റഡ് ടു ദ സൂപ്പർവൈസ്.
ഇപ്പോൾ നമുക്ക് ബാക്ക് എൻഡിലോട്ട് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ നൗ വർക്ക് വിത്ത് എ ഫുള്ളി ഫ്യൂച്ചർഡ് ബാക്ക് എൻഡ് ആൻഡ് ആഡ് പവർഫുൾ ഫീച്ചേഴ്സ് ടു മേക്ക് യുവർ ആപ്പ് ട്രൂലി ഫങ്ഷണൽ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നമുക്കുള്ള ഒരു ഡെമോ വെർഷൻ മാതിരിയുള്ള ഒരു മോഡലാണ്. ഏതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള അതിന് നമ്മൾ പറയുന്ന ഫങ്ഷൻസ് എന്നാണ് കേട്ടോ. അതായത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസ്സിങ് മോഡിൽ എന്ത് ചെയ്യണം, ഓൺ ക്ലിക്ക് എന്നാ പറയാം. ഓൺ ക്ലിക്ക് മോഡിൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബൈ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഐക്കൺ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. യൂസർ അക്കൗണ്ട് ആൻഡ് ലോഗിൻ, ഇനേബിൾ സൈൻ ഇൻ ആൻഡ് സൈൻ ഇൻ അപ്പ് ലോഗിൻ വിത്ത് ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ്. അതായത് നമുക്ക് ഈ വെബ്സൈറ്റിലോട്ട് നമുക്ക് ഒരു ഓതൻറ്റിക്കേഷൻ കൊടുക്കാം. അതായത് പീപ്പിൾസ് പുറത്തുനിന്നുള്ള ആൾക്കാർ പിന്നെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. കാരണം അവർക്ക് ഒരു എക്സ്ട്രാ അവരുടേതായിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന മാതിരി തന്നെ, സൈനപ്പും സൈൻ ഇനും ഒക്കെ. പിന്നെ സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. ഗൂഗിൾ, ട്വിറ്റർ, ജിറ്റ്ഹബ് എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇത് കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. സ്റ്റോർ ഡാറ്റ ആൻഡ് യൂസ് റിയൽ ഡാറ്റ, യൂസർ പ്രൊഫൈൽസ്, പോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്ക് എൻഡിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എവിടെ ആക്ടിവേഷൻ ചെയ്തേ? സൂപ്പർബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ തന്നെ ബാക്ക് എൻഡ് ഒരു പ്ലാറ്റ്ഫോമായ സൂപ്പർബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്ലാറ്റ്ഫോമിലാണ്. ഓക്കെ, ആഡ് ഫ്യൂച്ചറിലേക്ക് എൻഡ് പോയിന്റ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻ, പേയ്മെന്റ്സ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. എങ്ങനെ എൻഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാന്നാണ് പറയുന്നത്. ആഡ് ഫ്യൂച്ചറിലേക്ക് എൻഡ് പോയിന്റ് എന്നൊക്കെ പറയാം. AI ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാം. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി അവസാനം. ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി മെയിലിലോട്ട് മെസ്സേജ് അയക്കാം. നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിലിലോട്ട് മെസ്സേജ് അയക്കാം. പേയ്മെൻറ്റ്, ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ വീഡിയോസ് നിങ്ങൾക്കൊരു പിക്കിളിൻ്റെ വെബ്സൈറ്റ് കാണിച്ചു തന്നിരുന്നു അല്ലേ. അപ്പോൾ അവനക്ക് മെയിൽ ഡയറക്റ്റ് പോയത് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവൻ്റെ എല്ലാ കാർട്ടുകളുള്ളതും അതിൻ്റെ ബൈ ചെയ്യാനുള്ള അക്കൗണ്ട്സും പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മെയിലിലോട്ട് അവനക്ക് എന്ത് ചെയ്യും, ഒരു ഒരു ഇമെയിൽ, ഒരു ഡീറ്റെയിൽസ് ഇമെയിലായിട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. പേയ്മെൻറ്റിൽ ഇതേമാതിരി തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തേർഡ് പാർട്ടി ആയാലും മെയിനായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സ്ട്രൈപ്പാണ്. അതായത് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് നമ്മളിപ്പോൾ പേപ്പാലൊക്കെ കണ്ടല്ലേ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ നമ്മൾ അക്കൗണ്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പേപ്പാൽ അക്കൗണ്ട് വേണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ട്രൈപ്പ് യൂസ് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം, UPI വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താം, QR കോഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ബിഫോർ യു ഡിപ്ലോയ് യുവർ ആപ്പ് ടു പ്രൊഡക്ഷൻ ഓർ യൂസ് എനി റിയൽ ഡാറ്റ, യു വിൽ നീഡ് ടു റിവ്യൂ ആൻഡ് സെറ്റ് ദ അപ്രോപ്രിയേറ്റ് RLS പോളിസീസ്. ഐ ക്യാൻ ഹെൽപ്പ് വിത്ത്. അപ്പോൾ ഇത് RLS പോളിസീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. നമുക്ക് അവസാന ഘട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ ഒറ്റയടിക്ക് എല്ലാ സെക്യൂരിറ്റി പ്രോബ്ലംസും ഇതിൽ ക്ലിയർ ചെയ്യാന്നുള്ളത്. അവസാനത്തിൽ നമുക്ക് സെം ചെയ്യാനുണ്ട്. ഓക്കെ, സെർച്ച് എഞ്ചിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ സെർച്ച് എഞ്ചിൻ നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് സെർച്ച് എഞ്ചിൻ. ബിങ്, യാഹു എന്നൊക്കെ പറഞ്ഞാണ് സെർച്ച് എഞ്ചിൻസ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ, അതായത് ഒരാൾ ഇത് നമ്മളെ URLs നമ്മളെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ക്രോളിംഗ് എന്നാ പറയാം. അതായത് ഗൂഗിൾ ഒരു ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഗൂഗിളിൽ ഒരുപാട് വെബ്സൈറ്റിൻ്റെ ലിങ്കുകളുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ കോണ്ടന്റ് അനുസരിച്ചുള്ള വെബ്സൈറ്റ് ഇത് ക്രോൾ ചെയ്തിട്ട് നമുക്ക് പോപ്പപ്പ് ചെയ്ത് തരും. അങ്ങനെയാണ് നമുക്ക് ഓരോ റിസൾട്ട്സും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ റിസൾട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അതിൽ നമുക്ക് നമ്മളെ വെബ്സൈറ്റിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സെക്യൂരിറ്റി ഇഷ്യൂസിൽ പെട്ടതാണ് ഈ RLS എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ, പോളിസീസാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവസാന ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്യാണ്ട് എങ്ങനെയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇഫ് യു പ്ലാൻ ടു ഹാവ് യൂസർ ലോഗ്, we highly recommend setting up authentication first before adding any other feature. അപ്പോൾ നമുക്ക് ഇതിൽ യൂസറിന് ഒരു ലോഗിൻ ആൻഡ് സൈൻ അപ്പ് സംഭവങ്ങളൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
അതിൻ്റെ പ്രൊജക്റ്റ് ഡാഷ്ബോർഡിൽ ഒന്ന് പോയേക്കാം. ബാക്ക് എൻഡ് കുറച്ച് ഹെവി സോഫ്റ്റ്വെയർസ് ആണ്, അപ്പോൾ ലോഡിങ് ടൈം കുറച്ച് അതാണ് ഞങ്ങളിത് പറഞ്ഞത്. അത്യാവശ്യം മാക്സിമം ഒരു സ്പീഡുള്ള ഇന്റർനെറ്റ് യൂസ് ചെയ്യണം, കാരണം AI കംപ്ലീറ്റ്ലി നമുക്ക് ആ വിഷ്വൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ഡോക്സ് ഇവിടെ നമുക്ക് പിന്നെ സൂപ്പർബേസിനെ കുറിച്ചിട്ട് എപ്പോഴും സൂപ്പർബേസിനെ കുറിച്ചിട്ട് ഉള്ള എല്ലാ ഒരു ഡോക്യുമെന്ററി ഇവിടെയുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ട്യൂട്ടോറിയൽസ് ഇവിടെ കിട്ടും. എങ്ങനെയാണ് ലവബിൾ ടു സബ്ബേസിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ഡാറ്റാബേസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, PostgreSQL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ യൂസർ ഓതന്റിക്കേഷൻ എങ്ങനെ പിന്നെ ആക്ടിവേഷൻ ചെയ്യേണ്ടത്, പിന്നെ ഫയൽ സ്റ്റോറേജ് ചെയ്യാം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത്, റിയൽ ടൈം അപ്ഡേറ്റ്സ് ലൈക്സ് ചാറ്റ്, ആക്ടിവിറ്റീസ്, ഫീഡ്സ്, അത് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ. പിന്നെ ഇതിൻ്റെ എഡ്ജ് ഫംഗ്ഷൻസ് ഉണ്ട്, റൺ കസ്റ്റം ബാക്ക് ലോജിക് ജാവ സ്ക്രിപ്റ്റ്സ് ഓൺ സൂപ്പർവൈസേഷൻ വിൽ ക്രിയേറ്റ് ഡിപ്ലോയ് ദീസ് ഫംഗ്ഷൻസ് ഫോർ ടാസ്കിങ് സെൻഡ്. അതായത് നമുക്ക് എഡ്ജ് ഫംഗ്ഷൻസിൽ വരുന്നതാണ് നമ്മളെ പേയ്മെൻറ്റ് മെത്തേഡ്സ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡ്ജ് ഫംഗ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ API ഇൻ്റഗ്രേഷൻ ഉണ്ട്, അതായത് API കീ വെച്ചിട്ടാണ് നമ്മൾ ലവബിളിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ലവബിളും പിന്നെ സൂപ്പർബേസ് രണ്ടാണ്. ഓക്കെ, ലവബിളിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് വിഷ്വൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സൂപ്പർബേസ് വെച്ചിട്ടാണ് നമ്മൾ ലവബിൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഫുള്ളി ഫങ്ഷണബിൾ ആക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ലവബിൾ എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രോംപ്റ്റ് ചെയ്യാം. ഓക്കെ, I need to activate the user authentication indication. Also, I want to get the form details, form data. നമുക്ക് ഡീറ്റെയിൽസിന് വരെ നമുക്ക് ഡാറ്റാസ് നോക്കാം കേട്ടോ. ഫോം ഡാറ്റ ആസ് എ മെയിൻ to my private email address. And I'm mentioning, and this is my email address. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡ്രസ്സ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, എനിക്കൊരു പിന്നെ യൂസർ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആക്ടിവേഷൻ ചെയ്യണം, ലോഗിൻ, ലോഗൗട്ട്, സൈൻ ഇൻ, സൈൻ അപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ആക്ടിവേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡാറ്റാബേസ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് കമാൻഡ് ചെയ്താൽ മതി. ഓൾറെഡി സൂപ്പർബേസ് അല്ലെങ്കിൽ ലവബിൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി സൂപ്പർബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അടുത്ത വേണ്ടത് നമുക്ക്, അതായത് അബൌട്ട് സെക്ഷൻ, ദിസ് ഫോം ഈസ് presented in the about page. അറിയാലോ എന്നിന് കുറച്ച് ടാസ്ക് ഉണ്ട്. about page. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് ഈ ഫോം ഉള്ളത് എന്നുള്ളത്. ആ ഫോമിൽ എൻ്റർ ചെയ്യുന്ന ഫുള്ള് ഡാറ്റാസ്, അതായത് ഫോം ഡീറ്റെയിൽസ് ഇവിടെയാണ്. ബുക്കിംഗ് ഡീറ്റെയിൽസ്, നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, കോൺടാക്ട് ഇൻഫർമേഷൻസ്, ട്രാവലിംഗ് ഡീറ്റെയിൽസ്, അതായത് എവിടെയൊക്കെയാണ് ഡെസ്റ്റിനേഷൻസ്, പാക്കേജ് ടൈപ്സ്, പിന്നെ പിക്കപ്പ് ഡേറ്റ്, പിന്നെ അതിനുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത് എപ്പോഴാണ് ഹാപ്പനിങ് ചെയ്യേണ്ടത്? This will happen when users click the submit button name
കോഡ് എന്താണ് ബട്ടൺ നെയിം? സബ്മിറ്റ് ബുക്കിംഗ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നടക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോംപ്റ്റ് ഒരു പ്രോംപ്റ്റ് ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുക. ഇതിന് നമുക്ക് ChatGPT ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് ജസ്റ്റ് കമാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ നടക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സബ്ബേസിനോട് ലവബിളിനോട് ചോദിച്ചിട്ടുണ്ട് ഇന്ന ഫീച്ചേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു ടു ഇംപ്ലിമെൻറ്റ് യൂസർ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഫോർ ദ ബുക്കിംഗ് ഫോം. Let me start by setting up the database structure for the authentication email functionality. First, let's create the necessary database table and policies. Okay, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതേ ഫോം നമുക്കൊരു ഡാറ്റാബേസ് ടേബിളായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഇൻഫർമേഷൻ മിസ്സായി പോകും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് എത്ര യൂസേഴ്സ് വന്നിട്ടുണ്ട്, എത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ആ ടേബിൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പബ്ലിക് ഡോട്ട് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിലേക്ക് ഇത്രയും കാര്യം ഉണ്ടാവും. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിമത്തെ ടെക്സ്റ്റ് മൊത്തം എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് മൊത്തം പിന്നെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ടേബിളിലോട്ട് പോകും, ആ റോസിലോട്ട് പോകും, ലാസ്റ്റ് നെയിമിലോട്ട് പോകും, ഇമെയിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അത് കാര്യങ്ങളൊക്കെ നടക്കും. യൂസർ ID, യൂസർ ക്യാൻ അപ്ഡേറ്റ് ദിയർ ഓൺ പ്രൊഫൈൽസ്. ഓക്കെ, യൂസറിനെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്യാം, റിമൂവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ന്യൂ, ഇതൊക്കെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് കേട്ടോ. ടേബിൾ എവിടെയാണ് വരിക എന്നൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പ്ലീസ് റിവ്യൂ ആൻഡ് അപ്രൂവ് ദിസ് SQL കമാൻഡ് ടു സെറ്റ് അപ്പ് ദ ഓതൻറ്റിക്കേഷൻ ആൻഡ് ബുക്കിംഗ് സിസ്റ്റം ഡാറ്റാബേസ്. ഇത് ഇത്രയും ഉള്ളത് പറഞ്ഞത് SQL കമാൻഡ്സ് ആണ്. SQL എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ടേബിൾ ഉണ്ട്. ഈ ടേബിളിൻ്റെ നെയിം, അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വരണം. ഇനി ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്യും, ടേബിൾ ഡോട്ട് അപ്പെൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള കമാൻഡ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ പ്രോസസ്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പെർമിഷൻ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണം എന്നുള്ള പെർമിഷൻ. അപ്ലൈ ചേഞ്ചസ് എന്നുള്ള ബട്ടൺ നീക്കി. അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ട് ഐ ഹാവ് റിവ്യൂഡ് ദ SQL ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്, പ്ലീസ് റൺ ഇറ്റ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയാണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഗ്രേറ്റ്, ദ ഡാറ്റാബേസ് ടേബിൾ ആൻഡ് പോളിസീസ് ഹാവ് ബീൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്. നൗ ഐ വിൽ ഇംപ്ലിമെന്റ് ദ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്രിയേറ്റ് ടേബിൾ ചെയ്ത് നമുക്ക് ഫോമത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ആദ്യം ചെയ്തത്. ഇനി നമുക്ക് യൂസറിൻ്റെ ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട് എന്നുള്ള സെക്ഷൻസ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓതൻറ്റിക്കേഷൻ ഡോട്ട് എന്നുള്ള സെക്ഷനിലാണ്. ഇതുണ്ടോ, ഇവിടെ ഓൾറെഡി കോഡ് എഴുതിക്കൊണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ now let me update the app.tcx include the authentication provider and authentication route. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഇത് ഓൾറെഡി ഉള്ള ഫയലാണ്. ഈ ഫയലിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇല്ലാത്തൊരു ഫ്യൂച്ചർ ആയിരുന്നു ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട്, സൈൻ ഇൻ സൈൻ അപ്പ് എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് ഇല്ലായിരുന്നു, യൂസർ ഓതൻറ്റിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന ആവശ്യമില്ല. കാരണം നമ്മളെന്താ നോക്കുന്നത്, നമ്മൾ വിത്തൗട്ട് കോഡിങ് നോളജ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കോഡിനെ കുറിച്ച് ഒരുപാട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലോട്ട് പോവുക കേട്ടോ. ഇതാ ഇവിടെ ഈ ഒരു ഇത് നിങ്ങളെ URL ആയിട്ട് കൊടുക്കും, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് ഈ URL നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആക്ടിവേഷൻ ആയിട്ട് വരും. ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് എല്ലാ ഞാൻ പറഞ്ഞ സ്ട്രൈപ്പ് പേയ്മെൻറ്റ്സ് ഒക്കെ കണ്ടോ, സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതാണ് സ്ട്രൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പേയ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റീസെൻറ്റ്.com. റീസെൻറ്റ്.com എന്ന് പറഞ്ഞാൽ മെയിൽ പർപ്പസിനാണ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് റീസെൻറ്റ് മെയിൽ എന്ന് പറഞ്ഞത്. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്, ഫ്രീ ആണ്, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് ക്ലർക്ക്, അത് കൂടുതലായിട്ടുള്ള പിന്നെ ക്ലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായി നമുക്ക് ജസ്റ്റ് വായിച്ചേക്കാം.
Clerk handles authentication and user management, so you don't have to build from scratch with just a few prompt and configuration setup. നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ക്ലർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി ഇതിന് സൂപ്പർവൈസിൽ നമുക്ക് ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇൻറ്റഗ്രേഷൻ വിത്ത് മെയ്ക്ക് റിപ്ലിക്ക്, ഇതൊക്കെ ഓരോരോ പിന്നെ ഫ്യൂച്ചേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഓരോരോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ഇത് പുറമേയുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ട്, ഇപ്പോൾ പേയ്മെൻറ്റിനാണെങ്കിൽ സ്ട്രൈപ്പ്, ഇമെയിലാണെങ്കിൽ പിന്നെ റീസൻസ്, ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ ആണെങ്കിൽ ക്ലർക്ക്, അങ്ങനെ മേക്ക് റെപ്ലിക്ക എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ API കീ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കാരണം സൈറ്റിന് കുറച്ച് ലോഡിങ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് സൈറ്റിൻ്റെ സ്പീഡാണ്. എല്ലാവർക്കും ഒരു 2-3-5 മിനിറ്റിൻ്റെ ഉള്ളിൽ സൈറ്റ് ലോഡ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ സൈറ്റ് വിട്ടു പോകും. അപ്പോൾ നോർമലി നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം, നമുക്ക് ലോഡിങ് കിട്ടിയില്ല, നമുക്ക് അടുത്ത പേജ് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ കോഡ് വാരി വലിച്ച് ചെയ്തരുത്. അതുപോലെ ആനിമേഷൻ സെക്ഷൻസിൽ നോക്കുക, ഡിസൈനിങ് സെക്ഷൻസിൽ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ്ലി പിന്നെ വെബ്സൈറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോഴത്തെ കാര്യം നോക്കാം. ജസ്റ്റ് ഡൈവ് ടു അവർ പ്രീവിയസ് പേജ്. ഓക്കെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യം വലിയൊരു സംഭവം. പ്രോംപ്റ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ ഒക്കെ വരികയെന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് കോഡ് ബേസിൽ അത്യാവശ്യം ഒരു ബിഗ് ലൈൻസ് കോഡ്സ് ഉണ്ടാവും അതിന്. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ 124 ലൈൻസിൻ്റെ അടുത്ത് കോഡ്സ് ഉണ്ട്. ടൈമിങ് ലാഗിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, റീഫ്രഷ് ചെയ്യരുത്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന പ്രോസസ്സ് കട്ടായി പോകും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇനി നമുക്കിത് നമ്മളെ സൈറ്റ് ജസ്റ്റ് ഒന്നും കൂടി ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. അത് നമുക്ക് അടുത്ത പ്രോംപ്റ്റ് എഴുതാനുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനിവിടെ ഇപ്പോൾ നമ്മൾ കോഡിങ് സെക്ഷനിൽ നിന്നുള്ളത് because of the range issues. വൈഫൈ ആണെങ്കിൽ ചിലപ്പോൾ റേഞ്ച് സ്റ്റക്ക് ആകാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് database table and policies have been successfully created. Thank God. Now I'll implement the authentication system. Authentication system ഒരു അപ്ഡേറ്റ് ചെയ്തൊക്കെ നോക്കാം. പിന്നെ authentication system created a complete login sign up on page. ഓക്കെ, ഇവിടെ നമുക്ക് ലോഗിൻ ആൻഡ് ലോഗൗട്ടിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. To speed up testing, you might want to confirm email in your Superbase authentication setting, which will allow immediately login without email verification. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്രാവശ്യം നമുക്ക് സൂപ്പർബേസിൽ വെച്ച് അത് ലോഗിൻ ചെയ്ത അക്കൗണ്ട് ID നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ ആ ടൈമിലൊക്കെ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു അക്കൗണ്ടിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡറിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ പ്രോംപ്റ്റിൽ അധികം കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഓപ്ഷൻസ് വരും. ഓക്കെ, നമ്മൾ ആദ്യം പ്രോംപ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരും. ആ ഒരു ഓപ്ഷൻസിൻ്റെ അടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ API കീ ഒക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ ആർക്കും നിങ്ങളുടെ ഡാറ്റാബേസ് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റും. ഹാക്കിങ്ങും ആക്സസും ഒക്കെ ഒന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അലോ ന്യൂ യൂസർ ടു സൈൻ അപ്പ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അലോ മാനുവൽ ലിങ്ക്, എനേബിൾ മാനുവൽ ലിങ്കിങ് API ഫോർ യുവർ പ്രൊജക്ട്, അലോ അനോണിമസ് സൈൻ.
അനോണിമസ് സൈൻ നമുക്ക് വേണ്ട, നമുക്ക് ജെന്യുവൻ സൈൻസ് മാത്രം മതി. ഇനി ഇവിടെ ഒരു പിന്നെ നമുക്കൊരു എറേഴ്സ് ആക്ച്വലി നോട്ട് എറർ, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി എന്താ നോക്കാം. വി ഹാവ് ഡിറ്റക്ട് ദാറ്റ് യു ഹാവ് എനേബിൾ ഇമെയിൽ പ്രൊവൈഡ് വിത്ത് OTP എക്സ്പെർട്ട് സെറ്റ് മോർ ദാൻ 1 hour. അതായത് നമ്മൾ ഇമെയിൽ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു OTP ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടിയുണ്ട്, കൂടുതൽ സെക്യൂരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ OTPയുടെ ടൈം ഇപ്പോൾ ഉള്ളത് 1 hourനായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ 1 hourലാണുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം ഒരു 1 minute 2 minute ആക്കാം. അപ്പോൾ 1 hourലൊക്കെ OTP നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ സെക്യൂരിറ്റി പാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതേമാതിരി ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ഇതിൽ പിന്നെ ലോഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്. അപ്പോൾ അത് അവിടെ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂസേഴ്സിലൊന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മൾ പിന്നെ യൂസർ ID നമ്മളിതാണ് ടാബ് കേട്ടോ. ഇത് നമുക്ക് ടാബ് ഞാൻ കാണിച്ചു തരാം. ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ ഇത്രയും കാര്യം ഇത് എൻ്റെ പ്രീവിയസ് ഇതൊന്ന് പിന്നെ നമ്മുടെ എൻ്റെ പ്രീവിയസ് ടേബിളാണ്. ഇതാണ് നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്ത ടേബിൾ. ഇവിടെയാണ് ഇത്രയും കാര്യങ്ങൾ, ഡെസ്റ്റിനേഷൻ, പാക്കേജ് ടൈപ്പ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൂപ്പർവൈസിൽ 2 അക്കൗണ്ട്സ് ആക്ടിവേഷനാണ്. അപ്പം ഫസ്റ്റ് വേറെ സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഇമെയിൽ പിന്നെ ടേബിളാണിത്. ഇതാണ് നമ്മൾ പുതിയ ടേബിൾ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളാണ്. ഇതിവിടെയാണ് നമ്മുടെ ഈ ഫോംസിൽ വരുന്ന കാര്യങ്ങളൊക്കെ, അതായത് അബൌട്ട് സെക്ഷനിൽ ഈ ഫോംസിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ബുക്കിനോ ഇത് കൊടുക്കും. ഓക്കെ, ഈ ഫോംസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ കണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഫോൺ, അതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഫോൺ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ടേബിൾ ചെക്ക് ചെയ്യാം. ഈ ടേബിളിൽ നമുക്ക് ഡയറക്റ്റ് വ്യൂ, ഈ ഒരു ഐക്കൺ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്റ്റ് വ്യൂ പോകും. ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്നും ഒരു ID വന്നില്ല, കാരണം ഒരു പ്രൊഫൈൽസും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റിട്ടേൺ പോവാം. റിട്ടേൺ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് അപ്ഡേറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർവൈസർ ഓതന്റിക്കേഷൻ വിച്ച് വിൽ അലോ ഇമ്മീഡിയറ്റ്ലി ലോഗിൻ വിത്തൗട്ട് ഇമെയിൽ കൺഫേം യുവർ സൂപ്പർവൈസർ ഓതന്റിക്കേഷൻ സെറ്റിംഗ്. അതിന് ഇമെയിൽ ID ഞാൻ കൺഫേം ചെയ്തതാണ്, പക്ഷെ എന്താണ് ആ ഒരു മെസ്സേജ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ് മീ ചെക്ക് ദാറ്റ്. അപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. ഇമെയിൽ ID വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇമെയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോണ് ഇപ്പോൾ ഒന്നും ആക്ടിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും വേറെ ഇതിലുള്ള കുറേ ഫീച്ചേഴ്സ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിന് ഇതാണ് ഇതിൻ്റെ ബാക്ക് എൻഡ്, മനസ്സിലായോ? നിങ്ങൾക്ക് ഫോണ് നമ്പറിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിലോട്ട് കണക്ട് ചെയ്യും. SML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പിന്നെ ഓപ്ഷൻസ് ആണ്, നമുക്ക് കൂടുതലായിട്ട് അറിയാം. ആപ്പിൾ IDയിലോട്ട് കണക്ട് ചെയ്യാം, ഡിസ്കോഡിലോട്ട് കണക്ട് ചെയ്യാം, ഫേസ്ബുക്കിലോട്ട് കണക്ട് ചെയ്യാം, ഫിഗ്മയിലോട്ട് കണക്ട് ചെയ്യാം, GitHubലോട്ട് കണക്ട് ചെയ്യാം, ഗൂഗിളിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളിതൊന്നും ഇനേബിൾ ചെയ്യണ്ട, കാരണം കൂടുതലായിട്ടുള്ള പുറത്തുള്ള യൂസേഴ്സ് ചിലപ്പോൾ ആക്ടിവേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഇവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നോക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സൈറ്റിലുള്ള ഒരു ചേഞ്ചസും അപ്ഡേറ്റഡ് ആവില്ല. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ റെക്കമെൻഡേഷൻസൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കും. എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, അപ്പോൾ മാക്സിമം 1 by 1 അപ്ഡേറ്റ് ചെയ്ത് പോവുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ, ഒരുപാട് പ്രോംപ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് സൈറ്റ് ക്രാഷ് ആവും. അപ്പോൾ മാക്സിമം 1 by 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈറ്റിലോട്ടൊന്ന് പോയി നോക്കാം. നമ്മുടെ സൈറ്റ് എവിടെയാണ്? ഇതാണ് നമ്മുടെ സൈറ്റ്. നോർമലി ഇന്ന് സ്പീഡ് കുറച്ച് കുറവാണ്. സ്പീഡ് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം എങ്ങനെ സ്പീഡ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ്, ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ്. ഇവിടെ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ 2 സ്പീഡ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമലി കുറവാണ്, ഞാൻ പറഞ്ഞില്ലേ. ഒരു 40 to 50 MB/s ആണ്. 44 MB/s എനിക്ക് ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നത്. അപ്ലോഡിങ് സ്പീഡ് ഏകദേശം 40% ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളുണ്ടാവും, വെതറിൻ്റെ കാര്യങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് കൺസിഡർ ചെയ്യണം നെറ്റിൻ്റെ സ്പീഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതൊരു ടിപ്പായിട്ട് നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മളെ സൈറ്റിലോട്ട് പോയി, സൈറ്റ് അമേസിംഗ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ബ്ലാങ്ക് അല്ലേ, നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നോക്കി നോക്കാം. ബുക്ക് നൗ എന്നുള്ള സെക്ഷനിലോട്ട് പോയി കേട്ടോ. ഇവിടെയാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേഷൻ ആക്ടിവേഷൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഇത് നമുക്ക് പിന്നെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈറ്റിൽ ബാറിലോട്ട് കൊടുക്കാം. നമുക്ക് ഫ്യൂച്ചറിലായി ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നോക്കാം, നമുക്ക് സൈൻ ഇൻ ബട്ടൺ നിൽക്കുകയാണ് കണ്ടോ, സൈൻ ഇൻ്റെ പോപ്പപ്പ് വന്ന്. ഇത് നമുക്ക് ആദ്യം ഈ നമ്മൾ ഫസ്റ്റ് പ്രോംപ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ആവാത്ത കാര്യമാണ് ഈ ലോഗിൻ പേജ് എന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇമെയിൽ ഐ ഡിയോ പാസ്വേഡ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഇവിടെ അതിനുള്ളൊരു പാസ്വേഡും കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പാസ്വേഡിന് കണ്ടീഷൻ വെക്കാം കേട്ടോ. പാസ്വേഡിന് ഇന്നൊക്കെ ലെറ്റർ വേണം, ഇത്ര ക്യാരക്ടർ വേണം, ഇത്ര സെക്ഷൻസ് വേണം, അതൊക്കെ നിങ്ങളെ പിന്നെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഐ നീഡ് ടു ഗെറ്റ് പിന്നെ പാസ്വേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ ഇൻക്ലൂഡ് പിന്നെ ദ സ്പേസ് ക്യാരക്ടർ, സ്പെഷ്യൽ ക്യാരക്ടർ, സോറി. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് വെക്കാം. നമുക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫീച്ചേഴ്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹലോ 1 2 3 നോക്കാം. ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ ഷോ ഐക്കൺ ബട്ടണിൽ വേണ്ട, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈൻ ചെയ്ത് സോറി, അപ്പോൾ ആദ്യം നമുക്കൊരു അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സൈനപ്പ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഇപ്പോൾ അതിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താ പറയുക, കിരൺ എന്ന് പറഞ്ഞുകൊടുക്കാം. കിരൺ, ലാസ്റ്റ് നെയിം എന്തെങ്കിലും നോക്കാം. ഓക്കെ, പാസ്വേഡ് ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ടു വെരിഫൈ യുവർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ഇമെയിലോട്ട് പോവാണ്, ജിമെയിലോട്ട് പോവാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത അക്കൗണ്ട് ഇതന്നെയാണ്. ഇവിടെ നമുക്ക് സ്പാം ഫോൾഡറിൽ പോയി നോക്കാം. മിക്കവാറും സ്പാം ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അത് ആ ഇമെയിൽ ഐ ഡിയിലോട്ടാണ് പോവുക. ഓക്കെ, സോറി, നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണ് പ്രൊവൈഡ് ചെയ്തത് ആ ഇമെയിൽ ഐ ഡിയിലോട്ടാണ് കേട്ടോ കൺഫർമേഷൻ പോവുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് വരുന്ന മാതിരി പിന്നെ കൺഫർമേഷൻ എവിടെയാണ് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലോട്ടാണ് പോകുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 666 എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ നമ്മൾ ആ ഇമെയിൽ ഐ ഡിയിലോട്ട് പോവാം. ഇതിന് മുന്നേ നമുക്കിവിടെ ജസ്റ്റ് കൺഫേം യുവർ ഇമെയിൽ സെക്ഷൻ. ഓക്കെ, കൺഫേം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് ജസ്റ്റ് ആ എറർ ഒന്ന് കളയാം. കൺഫേം ഇമെയിൽ അഡ്രസ് and send me the
ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് പിന്നെ മനസ്സിലായി വരും കേട്ടോ. എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ട് വരും. ഇമെയിൽ അഡ്രസ് that is and then അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ ഇമെയിലിൽ ഒന്ന് കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ആ ഇറേസും കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഇററൊന്നുമില്ല, എന്നാലും നമുക്ക് പിന്നെ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കൺഫേം ചെയ്യാം. I can see you want to confirm the email address for receiving booking notification to implement email notification. When you the booking form submitted, I will need to set up an email service using reasons. First you will need to sign in your account. Okay. അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് റീസൺസ് മെയിൽസ് പറഞ്ഞ സംഭവം സെക്ഷൻസ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം, കാരണം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ വരാത്തത്. ഓക്കെ. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഓതൻറ്റിക്കേഷൻസിൻ്റെ പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നമ്മൾ ഇപ്പം നമുക്കൊരു വേറൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി നമുക്ക് മെയിൽ ആയിട്ട് വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ഡാറ്റാബേസിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, എനിക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ബാക്ക് എൻഡിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് സൈൻ ഇൻ ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളതെന്ന്. നമുക്ക് ഇതൊരു മെയിലായിട്ട് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത സംഭവങ്ങളാണ്. aron.protonmail.com. നമുക്ക് ജസ്റ്റ് ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. അതൊരു ഡിഫറെൻറ്റ് മെയിലാണ്, കാരണം അത് ഓതൻറ്റിക്കേഷൻ കൂടുതലുള്ള മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി കൺഫേം ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. നമുക്ക് പറഞ്ഞുതരാം. പ്രോട്ടോൺ മെയിൽ എന്നാണ് പേര്. പ്രോട്ടോൺ മെയിൽസ് മെയിലി യൂസ് ചെയ്യുന്നത് പിന്നെ ഹാക്കിംഗ് പർപ്പസിനാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല നിങ്ങൾ. ഇതാണ് എൻ്റെ പ്രോട്ടോൺ മെയിൽ. ഉണ്ടോ, സൂപ്പർവൈസ് ഓതൻറ്റിക്കേഷൻ. ഇപ്പോൾ ഈ നമ്മൾ ടൈപ്പ് ചെയ്ത മെയിലോട്ട് നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വർക്കിംഗ് ഫൈൻ. ഓക്കെ, ആക്ച്വലി അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ ഇതിപ്പോൾ ഞാൻ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തു. ആ ഇമെയിൽ ഐ ഡിയിലോട്ട് ഉണ്ടോ ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സൈറ്റിലോട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. ആ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരണം. ഇന്നൊരു യൂസർ ഇതിലോട്ട് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ മെയിലായിട്ട് എൻ്റെ മെയിലിലോട്ട്, എൻ്റെ പേഴ്സണൽ മെയിലിലോട്ട് വരണം. അപ്പോൾ നിങ്ങളെ ഇമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പേഴ്സണൽ മെയിൽ വരണം. ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്നുള്ള ഒരു കസ്റ്റമർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റീസൺസ് മെയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഓതൻറ്റിക്കേഷൻ ഇപ്പോൾ വർക്കിംഗ് ഫൈനാണ്, ഇഷ്യൂസ് ആണ്. നമുക്ക് വേറൊരു പിന്നെ ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത് നമുക്ക് ജസ്റ്റ് സൈൻ ഇൻ ബട്ടണിൽ പോയി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് നോക്കാം. ഇമെയിൽ ഐ ഡി ആരോൺ എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്ത്, aron666 എന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഹലോ 123 എന്ന് പറഞ്ഞ പാസ്വേഡാണ് ടൈപ്പ് ചെയ്തിരുന്നത് അല്ലേ. 1123 എന്നായിട്ടുണ്ട്. ഓക്കെ, ഹലോ 123 എന്നുള്ള പാസ്വേഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ സക്സസ്ഫുള്ളി ലോഗിൻ ചെയ്ത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാക്ക് എൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഫങ്ഷൻസ് നമ്മൾ സൈറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? നമ്മളിന്ന് ബാക്ക് എൻഡ് ജനറേറ്റ് ചെയ്തു. സൂപ്പർവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റേണൽ അത് ഇതിൻ്റെ തന്നെ പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിൽ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തു നമ്മുടെ സൈറ്റിനെ. അതിനുശേഷം നമ്മൾ ഓതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു.
നമ്മൾ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു സൈൻ ഇൻ ആൻഡ് സൈൻ അപ്പ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ പുറത്തത്തെ ഒരു യൂസറിന് നമ്മൾ സൈറ്റിലോട്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് അവരുടെ ഇമെയിലിലോട്ട് കൺഫർമേഷൻ മെയിൽ പോകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ സാധാരണ ജെന്യൂൻ സൈറ്റിലോട്ട് ഇങ്ങനെ ചെയ്യുന്ന മാതിരി തന്നെ അവർക്ക് ഈ ഒരു സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ലിങ്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് എബോർഡ് സെക്ഷനിൽ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബുക്ക് നൗ എന്നുള്ള ബട്ടൺ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് ഓതൻറ്റിക്കേഷൻ വരുള്ളൂ. സോറി, ഇതാണ് ഒറിജിനൽ സൈറ്റ്. ബുക്ക് നൗ എന്നുള്ള ബട്ടൺ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് എന്ത് വരുന്നത്, പിന്നെ ഓതൻറ്റിക്കേഷൻ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ്, അപ്പോൾ ലോഗ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെയുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് പിന്നെ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ലോഗ് ഔട്ട്, ഇപ്പം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത സൈറ്റിലോട്ട് എങ്ങനെയാണ് ലോഗ് ഔട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത് വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോഗ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് സൈൻ അപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് എന്തായാലും നമുക്ക് 2 പ്രോംപ്റ്റും കൂടി ഉണ്ട്, 2 പ്രോംപ്റ്റും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്താം. എന്താ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടേ, നമുക്ക് റീസൺസ് മെയിൽ ഇപ്പോൾ വേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ മെയിലിലോട്ട് നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു ആവശ്യം ഉണ്ട്. പക്ഷേ അത് എങ്ങനെ ക്ലിക്ക് ചെയ്യേണ്ടത്, റീസൺസ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഇതിപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ജസ്റ്റ് കമാൻഡ് ബേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെയും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് കുറച്ച് കണക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വേണ്ടത് സൈൻ ഔട്ടാണ്. After logging to my site, I want to get the logout option. Logout options. Okay. Also, please change the authentication option from authentication option ആണ് ഫ്യൂച്ചർ എന്ന് പറയാം അല്ലേ, ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ഫ്രം ദ എബൌട്ട് പേജ് ടു ദ ടൈറ്റിൽ ബാർ. നമുക്ക് കോണ്ടാക്ട് പേജിൽ പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈറ്റിൽ ബാറിലോട്ട് ഇത് അപ്പിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് ലോഗ് ഔട്ടിൻ്റെ ഓപ്ഷൻസും വേണം. അപ്പോൾ നമ്മൾ കമാൻഡ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു. Let me see what will happen next. അപ്പോൾ ഇത്രയും കാര്യം അപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൂടുതലായിട്ട് ചിന്തിക്കുക, എവിടെയൊക്കെ എന്തൊക്കെ ഒരു ആൽഗോരിതം ബേസ്, ഒരു ഫോളോ അപ്പ് മോഡൽ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 month കൊണ്ട് ഒരു പ്രീമിയം വെബ്സൈറ്റ്സ്, അതായത് അത്യാവശ്യം പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ അതായത് ഫ്രീ വെർഷനിൽ ചെയ്യാം. കാരണം 1 GB അല്ലെങ്കിൽ 5 GB അടുത്തൊക്കെ ഡാറ്റ ബാക്കപ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് വരണമെന്നെങ്കിൽ അത് ഒരു KB ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 1000+ കസ്റ്റമേഴ്സ് നമുക്ക് ഫ്രീ വെർഷനിൽ തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഐ വിൽ ഹെൽപ്പ് യു ടു ആഡ് ദ ലോഗൗട്ട് ഓപ്ഷൻ ആൻഡ് മൂവ് ദ ഓതൻറ്റിക്കേഷൻ പീസസ് ടു ദ നൗ ബാർ ടൈറ്റിൽ ബാർ ഇംപ്ലിമെൻറ്റ് ദീസ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കെൻഡിൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ ഓതൻറ്റിക്കേഷൻ ഫീച്ചർ ആർ നൗ ഇൻറ്റിഗ്രേറ്റഡ് ടു ദ ടൈറ്റിൽ ബാർ ആൻഡ് നൗ ബാർ മേക്കിംഗ് ദം ഈസിലി ആക്സസിബിൾ ഫ്രം ദ പേജ് ഓൺ യുവർ സൈറ്റ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു, ആദ്യം എബൌട്ട് സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിനാണ് നാവിഗേഷൻ ബാർ എന്ന് പറയാം കേട്ടോ. ബാർ എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ ബാർ. നമ്മളിവിടെ റീഫ്രഷ് ചെയ്തു.
അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് സൈൻ ഇൻ സൈൻ ഔട്ട് എന്നുള്ള ഇപ്പോൾ ആരോൺ 666 മെയിൽ എന്നുള്ള മെയിലിലോട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് മോഡ് ലൈറ്റ് മോഡ് നമുക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് അതൊക്കെ സ്മോൾ ഇഷ്യൂസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കിട്ടും. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നോർമൽ ബേസിൽ കോഡ് എഴുതി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയും ടൈം എടുക്കും. അപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡറിൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറുടെ ഒരു കോഡറുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ജസ്റ്റ് സൈൻ ഔട്ടും കൂടി ചെയ്ത് നോക്കാം. എനിവേ ഉണ്ടോ, സൈൻ ഔട്ടായി. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ നിൽക്കുകയാണ്. ഇതുണ്ട്, നെറ്റ്വർക്കിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡൊക്കെ ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടാബിലോട്ട് പോവുക, ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം. കാരണം ഇപ്പോൾ ഓൾറെഡി ഉള്ള സെറ്റിങ്സിലാണ് ഉള്ളത്. അപ്പോൾ അതിന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നമ്മളെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 മോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് മോഡിലാണ്. ഇത് നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് മോഡിലോട്ട് ആക്കാം. ഇവിടെ ഈ ഒരു ഐക്കൺ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് മോഡിലോട്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോൺ മോഡിലോട്ടാക്കാം. എങ്ങനെയാണ് ഇത് ഫോണിൽ വർക്ക് ചെയ്യുക? കാരണം ഈ ടൈറ്റിൽ ബാറിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഫോണിൽ വരില്ല. ഫോണിൽ ഈ ബട്ടൺ നിൽക്കണം. ബട്ടൺ നിൽക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ നാവിഗേഷൻ ബാർ നിൽക്കുമ്പോഴാണ് ഇത്രയും മെനൂസ് പോപ്പപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം, ബുക്കിംഗ് ചെയ്യാം, ബുക്ക് നമ്പർ കൊടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ലൊക്കേഷൻസ് വയനാടാണ്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ കംപ്ലീറ്റ്ലി വെബ്സൈറ്റ്സ്, ഇപ്പോൾ ഇത് ഉള്ള ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഓവർസീസ് ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വയനാട് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ കേരള ഡെസ്റ്റിനേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കംപ്ലീറ്റ്ലി വിത്ത് AI ജനറേറ്റഡ് ഇമേജൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ വെബ്സൈറ്റ്സിന് കുറച്ചും കൂടി പ്രീമിയം ടച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകൂടി സൈൻ ചെയ്യാം. നമുക്ക് സൈൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് വേറൊരു കാര്യം കൂടി ഇതിൽ ചെയ്തായിരുന്നു അല്ലേ, അതും കൂടി ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് തന്നെ പോവാണ്. നിങ്ങൾ എപ്പോഴും മൊബൈൽ ഇൻ്റർഫേസ് ആണ്, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഇൻ്റർഫേസ് അല്ല ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. മൊബൈൽ ഇൻ്റർഫേസ് ആണ് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം കൂടുതൽ പേരും വാച്ച് ചെയ്യുക, വെബ്സൈറ്റ്സിലോട്ട് എൻ്റർ ചെയ്യുക മൊബൈൽ ത്രൂ ആണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലാ ടൈമിലും ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ക്യാരി ചെയ്ത് കൊണ്ടുനടക്കണമെന്നില്ല. അപ്പോൾ മൊബൈൽ ത്രൂ ആണ് കൂടുതലായിട്ട് ഏത് സൈറ്റ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും പിന്നെ മൊബൈൽ ത്രൂ ആണ്. ഇവിടെ നമുക്ക് സൈനിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് എൻ്റെ പേരിന് കൊടുക്കുകയാണ് നമ്പർ. ഒക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കണ്ടില്ലേ, സാധാരണ ഒരു ജെന്യൂൻ വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നാലും നമ്മൾ മനസ്സിലാവും ഫുള്ളി നമ്മൾ യു ഡോണ്ട് ടച്ച് ഈവൻ സിംഗിൾ ലൈൻസ് ഓഫ് കോഡ് ടു മേക്ക് ദിസ് വെബ്സൈറ്റ്സ്, റൈറ്റ്? ബട്ട് ഇറ്റ്സ് delivering the awesome facilities and features, everything included what we prefer to the AI is the great platform. പിക് ഡേറ്റ് നമുക്ക് കലണ്ടറൊക്കെ ആക്ടിവേഷൻ ആണ്. പിക് ഡേറ്റ്, നമ്പർ ഓഫ് ട്രാവൽസ്, എത്ര ട്രാവലർ ഉണ്ട്, 5+1 ഇവിടെ നമുക്ക് വാട്ടെവർ ദ ടെക്സ്റ്റ്. നമ്മൾ സബ്മിറ്റ് റിക്വസ്റ്റിലോട്ട് പോവാണ്. സബ്മിറ്റ് റിക്വസ്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ സൈൻ ചെയ്യേണ്ടി വരും. പാസ്വേഡ് ഹലോ 1 2 3.
ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാസ്വേഡ് ഇവിടെ സേവ് ചെയ്ത് വെക്കാം കേട്ടോ. ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടും. ചിലപ്പോൾ മിക്കവാറും ആൾക്കാർ പാസ്വേഡൊക്കെ മറന്നു പോകും. ഇനി നമുക്ക് അവിടെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എനിക്ക് എന്നെ അപേക്ഷിച്ചിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ റോബോട്ട്, അതായത് നോട്ട് ഫോർ ഹ്യൂമൻസ് ചെക്കിംഗ് ഒക്കെ അല്ലേ നമ്മൾ ക്യാപ്ചൊക്കെ വെച്ചിട്ട്, അതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അതേമാതിരി നമുക്ക് പിന്നെ പാസ്വേഡിൽ ഇത്ര ഇന്ന കണ്ടീഷൻസ് കൊടുക്കാം. ടെക്സ്റ്റ് വേണം, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പേസ് വേണം, അല്ല സോറി സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ അവിടെ കൊടുക്കാം. ഓക്കെ, ചൂസ് ചെയ്യാം. ആണോ, ബുക്കിംഗ് റിക്വസ്റ്റ് സബ്മിറ്റഡ്, വി വിൽ റിസീവ് യുവർ ബുക്കിംഗ് റിക്വസ്റ്റ് ആൻഡ് വി വിൽ കോൺടാക്ട് യു സോൺ. ഇത് നിങ്ങൾക്ക് എവിടെയാണ് ഇത് കാണാൻ പറ്റുക എന്നുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ പോപ്പപ്പിനിലോട്ട് പോവുക, നമ്മുടെ ഡാറ്റാബേസിലോട്ട് പോവുക. ഇവിടെ നമ്മൾ പിന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൽ ടേബിളിലോട്ട് പോവുക. ടേബിളിൽ പോവാം. കണ്ടോ, ബുക്കിംഗ് റിക്വസ്റ്റ് ഇവിടെ നമുക്ക് 33 കോളംസിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ID വെച്ച്, ഈ നെയിം വെച്ച്, ടെക്സ്റ്റ് വെച്ച് നമുക്ക് അതിൻ്റെ ഇത് മെയിലായിട്ട് നോട്ടിഫിക്കേഷൻ. ഇനി നമുക്ക് ഇത് മെയിലായിട്ട് നോട്ടിഫിക്കേഷൻ വരാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് നമുക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. യൂട്യൂബ് ആൽഗോരിതം ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം, കൂടുതലായിട്ട് AI-നെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലോട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.